നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭയ്ക്കകത്തും പുറത്തും LDF പ്രവർത്തകർക്ക് നേരെ അക്രമം നടന്നുവെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഹർത്താലിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ചെറുപുഴയിൽ സ്വകാര്യ വ്യക്തി തോട് കയ്യേറിയതായി പരാതി. ചെറുപുഴ ചുണ്ടയിലാണ് വ്യക്തി കയ്യാല നിർമ്മാണത്തിനായി തോട് കയ്യേറിയത്. ഹക്കീം വധക്കേസ് അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 18 ദിവസം പിന്നിട്ടു. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂലേരി കുഞ്ഞിരാമൻ അവതരിപ്പിച്ച ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമായി. DYFI പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക അഖില കേരള സെവൻസ് ടൂർണമെന്റിന് തുടക്കമായി. COA സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനജാഗ്രത യാത്രയ്ക്ക് മാർച്ച് 16-ന് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. വാർത്തകൾ വിശദമായി. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രവർത്തകർക്ക് നേരെ അക്രമം നടന്നുവെന്നാരോപിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഗതാഗതവും സ്തംഭിച്ചു. ഹർത്താലിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പയ്യന്നൂരിൽ പൂർണ്ണം. നിയമസഭയ്ക്കകത്ത് LDF MLA-മാരെയും പുറത്ത് പ്രവർത്തകരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താലിന് ആഹ്വാനം നൽകിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. സ്വകാര്യ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. ഹർത്താലിനെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ശ്രീകൃഷ്ണൻ MLA പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഇതിനും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ വൻ അഴിമതിയുടെ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ പ്രതിയാക്കിക്കൊണ്ട് ഒരു പരാതിയുടെ മേലെ ഒരു കേസെടുത്തു എന്നുള്ളതല്ല. നമുക്കറിയാം, ബാർ ഉടമകൾ ഉന്നയിച്ച ആക്ഷേപം, ബാർ ഉടമകൾ കോഴ നൽകി എന്നുള്ള ആക്ഷേപം, അത് ഉയർന്നു വന്നതിനെ തുടർന്ന് അതിന്റെ നിയമാനുസൃതമുള്ള നടപടിയുടെ ഭാഗമായി കരിവെള്ളൂർ മേഖലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. ഭാരം കയറ്റി ദീർഘദൂരം പോകുന്ന വാഹനങ്ങൾ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്നത് കാണാമായിരുന്നു. ഹർത്താലിന്റെ ഭാഗമായി കരിവെള്ളൂരിലും ഓണക്കുന്നിലും കണിയേരിയിലും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ P. കുഞ്ഞികൃഷ്ണൻ, നാരായണൻ, EP തമ്പാൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കരിവെള്ളൂരിൽ അപ്പുക്കുട്ടൻ, ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഹർത്താൽ തൃക്കരിപ്പൂരിൽ ബന്ദിന്റെ പ്രതീതിയിലായിരുന്നു. ഹർത്താൽ വിജയിപ്പിക്കുന്നതിനായി രാവിലെ മുതൽക്കേ ഇടതുപ്രവർത്തകർ ടൗണിൽ കേന്ദ്രീകരിച്ചിരുന്നു. ശക്തമായ പോലീസ് സന്നാഹം വിവിധ കേന്ദ്രങ്ങളിൽ നിലയുറപ്പിച്ചതായി കണ്ടു. ഹർത്താലിന്റെ ഭാഗമായി രാവിലെ നടന്ന LDF പ്രകടനത്തിന് M. രാമചന്ദ്രൻ, KV ജനാർദ്ദനൻ, M. ഗംഗാധരൻ, KV പത്മനാഭൻ, P. ശ്രീധരൻ, P. കുഞ്ഞമ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. പിലാത്രിയിലും പരിസര പ്രദേശങ്ങളിലും LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സർക്കാർ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല. ഇരുചക്രവാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ മലയോരത്ത് പൊതുവെ സമാധാനപരമായിരുന്നു.
എല്ലാ ടൗണുകളിലും ഹർത്താൽ അനുകൂലികൾ രാവിലെ തന്നെ എത്തിയിരുന്നു. ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞത് അല്പനേരം വാഗ്വാദത്തിനിടയാക്കിയെങ്കിലും സമാധാനപരമായി അവസാനിച്ചു. പുളിങ്ങോം, ചെറുപുഴ, പ്രാപ്പോയിൽ, തിരുമേനി, പെരിങ്ങോം, അരവഞ്ചാൽ എന്നിവിടങ്ങളിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വളരെ കുറച്ചു മാത്രം ഇരുചക്ര വാഹനങ്ങളെ നിരത്തിലിറങ്ങിയുള്ളൂ. പെരിങ്ങോം SI PV സജീവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എല്ലാ ടൗണുകളിലൂടെയും റോന്തു ചുറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പഴയങ്ങാടി പ്രദേശങ്ങളിലും പൂർണ്ണമായിരുന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. പഴയങ്ങാടിയിലെ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. നിരത്തുകൾ വിജനമായിരുന്നു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാർ കുറവായിരുന്നു. ദീർഘദൂര ട്രെയിനുകളിൽ നിന്നും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയവർ വാഹനം കിട്ടാതെ വലഞ്ഞു. ഹർത്താൽ പഴയങ്ങാടി, മാടായി, ഏഴോം, മാട്ടൂർ പ്രദേശങ്ങളിൽ പൊതുവെ സമാധാനപരമായിരുന്നു. അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിജനമായ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഫുട്ബോൾ കളിക്കാൻ നിരവധി കുട്ടികളാണ് എത്തിയത്. പരീക്ഷയുടെ ഇടവേളയിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഹർത്താൽ കുട്ടികൾ നന്നായി ആഘോഷിച്ചു. ഹർത്താൽ ദിനത്തിൽ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ച് പുതിയങ്ങാടി, മൊട്ടാമ്പ്രം പട്ടണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഹർത്താൽ ഇവിടെ ബാധിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നാടെങ്ങും ഹർത്താൽ ലഹരിയിലാണ്. ഹർത്താൽ എന്ന് കേൾക്കുമ്പോഴേ ആഘോഷമാക്കി മാറ്റുന്നു മലയാളികൾ. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഹർത്താൽ ജനജീവിതത്തെ ബാധിക്കാത്ത പ്രദേശമാണ് പുതിയങ്ങാടി, മൊട്ടാമ്പ്രം പട്ടണം. ഇവിടെ കടകമ്പോളങ്ങൾ സാധാരണ നിലയിൽ തുറന്നു പ്രവർത്തിക്കുന്നു. പ്രദേശത്തെ 50ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഹർത്താൽ ദിനത്തിലും പ്രവർത്തിക്കാറുണ്ട്. ഓട്ടോറിക്ഷകളും ടാക്സികളും ഓടാറുണ്ട്. ആരും വഴിതടയാനോ കടകൾ അടപ്പിക്കാനോ ധൈര്യം കാണിക്കാറില്ല. അഥവാ ധൈര്യം കാണിച്ചാൽ ജനകീയമായി നേരിടാനും ഇവർ തയ്യാറാണ്. ഇതുവരെ നടന്ന എല്ലാ ഹർത്താലിലും ജനജീവിതം സാധാരണ നിലയിലായിരുന്നു. ജനങ്ങൾ ഹർത്താൽ കാരണം ദുരിതം അനുഭവിക്കരുതെന്ന ആഗ്രഹം കൊണ്ടാണ് തങ്ങൾ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പ്രത്യേക പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ഇത്ര സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാവാൻ ഒരു കാരണത്തിലും ബുദ്ധിമുട്ടാവാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെയുള്ളവർ ഈ ബിസിനസ്സുകാർ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. സാധാരണക്കാർ ബുദ്ധിമുട്ടാൻ പാടില്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഹക്കീമിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കേസന്വേഷണം CBI ഏറ്റെടുക്കുക എന്ന മുദ്രാവാക്യവുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 17 ദിവസം പിന്നിട്ടു. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കുഞ്ഞിരാമൻ കൂലേരി അവതരിപ്പിച്ച ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമായി. പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ ഡോക്ടർ E. ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഇതിന് ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് കുഞ്ഞിരാമൻ കൂലേരിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പാർക്കിന് മുന്നിൽ ജനാധിപത്യത്തെ വ്യാഖ്യാനിക്കുന്നവർ അഥവാ എ ന്യൂ ഡയമെൻഷൻ ഓഫ് ഡെമോക്രസി ഇൻസ്റ്റലേഷൻ അവതരിപ്പിച്ചത്. വർത്തമാനകാലത്തിന്റെ നീതി നിഷേധത്തിനെതിരെയും പ്രതിഷേധം ചടങ്ങായി മാറുന്നു എന്ന സന്ദേശം കൂടി ഇൻസ്റ്റലേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. പാരിസ്ഥിതിക പ്രവർത്തകനും ഗവേഷകനുമായ ഡോക്ടർ E. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിരാമൻ കൂലേരി ഇൻസ്റ്റലേഷനെ കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചു. അപ്പുകുട്ടൻകാരയിൽ സ്വാഗതം പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഇത് കിട്ടില്ല. വണ്ടി നീങ്ങുന്നതോടുകൂടെ മുന്നിൽ നീങ്ങും. കെട്ടിയിട്ട് ചെറുപുഴ ചുണ്ട സ്കൂളിന്റെ പിൻവശത്തുള്ള തോട് സ്വകാര്യ വ്യക്തി കയ്യേറി കയ്യാല വെക്കുന്നതായി പരാതി. കാലങ്ങളായി നിലകൊള്ളുന്ന തോടിന്റെ 3/4 ഭാഗത്തോളം കെട്ടി മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി സ്കൂളിന്റെ പിറകുവശത്തുകൂടി ഒഴുകുന്ന തോടാണിത്. പൈപ്പും വെള്ളവുമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ചുണ്ട സ്കൂളിലെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും നാട്ടുകാർ കുളിക്കാനും മറ്റും ആശ്രയിച്ചിരുന്നതും ഈ തോടിനെയാണ്. എന്നാൽ ഇതിന്റെ പൈതൃകം തന്നെ ഇല്ലാതാക്കി സ്വകാര്യ വ്യക്തി കല്ലുകെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 5 മീറ്ററോളം വീതിയുണ്ടായിരുന്ന തോട് ഈ കയ്യാല വന്നതോടുകൂടി ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. വില്ലേജ് അധികൃതർക്കും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് തീരുമാനമാകാതെ അധികൃതർ ഒത്തുകളിക്കുകയാണ്. നീരുറവകളെ സംരക്ഷിക്കണമെന്ന നിയമം നിലനിൽക്കെ ധനാഢ്യനായ സ്വകാര്യ വ്യക്തി നടത്തിയ ഈ കയ്യേറ്റം നാടിന്റെ ഒരു പൈതൃകത്തെ മാത്രമല്ല ശുദ്ധജല സ്രോതസ്സിനെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. സംഭവമറിഞ്ഞ് വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ ഭാരവാഹികൾ സംഭവസ്ഥലം സന്ദർശിച്ചു. BJP ഭാരവാഹികളായ മോഹനൻ പലേരി, വേണുഗോപാലൻ, പ്രമോദ്, കുഞ്ഞപ്പൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചതിനുശേഷം ജില്ലാ കളക്ടർ, തഹസീൽദാർ എന്നിവർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഇനി കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ വിശേഷങ്ങൾ. DYFI പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന 13ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. C. കൃഷ്ണൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു.
ആകർഷിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്നു വരുന്ന ഒരു ടൂർണമെൻ്റാണ് പയ്യന്നൂരിലത്. തവണ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് കൂടുതൽ ആളുകൾക്ക് കളി കാണാനുള്ള സൗകര്യങ്ങൾ ഈ ക്രെഡിറ്റ് സ്റ്റേഡിയം കൂടി വന്നതോടുകൂടി പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതാദ്യമായാണ് ടൂർണമെന്റ് അഖില കേരള തലത്തിൽ സംഘടിപ്പിക്കുന്നത്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനന്റെ അധ്യക്ഷതയിൽ C. കൃഷ്ണൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു. ടേസ്റ്റി ഫുഡ് ഹോപ്പ് പടനയും ഫൈക്ക ഇൻഡോർ അക്കാദമി ബ്രദേഴ്സ് വൾവക്കാടും ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടി. 15 ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഹിറ്റാച്ചി തൃക്കരിപ്പൂരും ബാബുരാജ് മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് അന്നൂരും ഏറ്റുമുട്ടും. ഈ തവണയും ഈ ടൂർണമെന്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 31 തിരുവനന്തപുരം വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. ഇതിന്റെ പ്രചരണാർത്ഥം മാർച്ച് 14 മുതൽ 31 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ COS ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് നയിക്കുന്ന ജനജാഗ്രതാ യാത്രയ്ക്ക് മാർച്ച് 16 പയ്യന്നൂരിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങൾക്കറിയുന്നത് പോലെ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. കേരളത്തിലെ വൈദ്യുതി തൂണുകൾ ഒരു നിബന്ധനയ്ക്കും വിധേയമാകാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ റിലയൻസ് എന്ന ഇന്ത്യയിലെ കുത്തകക്ക് പതിച്ചു നൽകിയിരിക്കുകയാണ്. KSEB പോസ്റ്റുകൾ കൂട്ടത്തോടെ റിലയൻസ് കമ്പനിക്ക് പതിച്ചു നൽകിയ കേരള സർക്കാർ നടപടി പിൻവലിക്കുക, കേബിൾ TV മേഖല കുത്തകവൽക്കരിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക, KSEB കുത്തക പ്രീണന നയം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് COAയുടെ നേതൃത്വത്തിൽ മാർച്ച് 31 തിരുവനന്തപുരം വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് ജാഥ ലീഡറായുള്ള ജനജാഗ്രതാ യാത്ര നടത്തുന്നത്. ജനജാഗ്രതാ യാത്രയ്ക്ക് മാർച്ച് 16 പയ്യന്നൂരിൽ സ്വീകരണം നൽകും. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. COA മുൻ ജനറൽ സെക്രട്ടറി K. വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് K. ജയരാജ്, BJP പയ്യന്നൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി രമേശൻ മാസ്റ്റർ, ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ട്രഷറർ P. വിജയൻ, KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KT പത്മനാഭൻ, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. COA കണ്ണൂർ ജില്ലാ സെക്രട്ടറി K. സജീവ് കുമാർ, നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ MV ദീപു എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ MV ദീപു, COA പയ്യന്നൂർ നോർത്ത് മേഖലാ സെക്രട്ടറി സഹദേവൻ VM, സൗത്ത് മേഖലാ സെക്രട്ടറി VV മനോജ് കുമാർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ബിജു കാമ്പ്രത്ത് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നത്തോടി കുഞ്ഞപ്പൻ 1ാം ചരമവാർഷിക ദിനാചരണം മാതമംഗലം ചരൽപ്പള്ളിയിൽ നടന്നു. ചടങ്ങിന്റെ ഭാഗമായി കുന്നത്തോടി കുഞ്ഞപ്പന്റെ സ്മരണാർത്ഥം പണിത സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചർ നിർവഹിച്ചു. മാതമംഗലത്തെ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തെ നിറസാന്നിധ്യമായിരുന്ന സഖാവ് കുന്നത്തോടി കുഞ്ഞപ്പന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സഖാവ് കുന്നത്തോടി കുഞ്ഞപ്പൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും ചരൽപ്പള്ളിയിൽ വെച്ച് നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മരിച്ചുപോയവരോടുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്തം ഒന്നുകൂടി മനസ്സിലാക്കി ഉറപ്പിക്കുക എന്നതാണ് ചരമദിനാചരണങ്ങളുടെയും രക്തസാക്ഷി ദിനാചരണങ്ങളുടെയും ഉദ്ദേശം. ഇവിടെ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ PV ശങ്കരൻ അധ്യക്ഷനായി. C. സത്യപാലൻ, MB ദാമോദരൻ, T. തമ്പാൻ മാസ്റ്റർ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുഞ്ഞിമംഗലം ജാലിയുടെ തെരുവ് നാടകവും അരങ്ങേറി. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ ശതാബ്ദിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ ഞായറാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞിമംഗലം ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായ കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ കർമ്മരംഗത്ത് 100 വർഷം പിന്നിടുകയാണ്. മണലെഴുത്ത് സമ്പ്രദായത്തിൽ ആരംഭിച്ച സ്കൂൾ പടിപടിയായി ഉയർന്ന് കുഞ്ഞിമംഗലം ഗ്രാമത്തിന്റെ തന്നെ അഭിമാനങ്ങളിൽ ഒന്നായി മാറി. ശാസ്ത്ര പൂരക്കളിയടക്കം വ്യത്യസ്തമാർന്ന നിരവധി പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെയാണ് സ്കൂൾ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ നേടിയത്. സ്കൂളിന്റെ ശതാബ്ദി ഒരു വർഷം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു വരികയാണ്. ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനം ഞായറാഴ്ച നടക്കും. സമാപനത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ശില്പിയുമായ പ്രദീപ് കുഞ്ഞിമംഗലം നിർമ്മിച്ച ഗാന്ധി ശില്പത്തിന്റെ അനാച്ഛാദനം, സോവനീർ പ്രകാശനം എന്നിവയും നടക്കും.
സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഇ ശ്രീധരൻ പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ ഡോക്ടർ എം.വി. വിഷ്ണു നമ്പൂതിരി മുഖ്യാതിഥിയാവും. പ്രശസ്ത ചിത്രകാരൻ പൊന്നൻചന്ദ്രൻ പ്രതിമ അനാച്ഛാദനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ.എ. സരളയുടെ അധ്യക്ഷതയിൽ എം.കെ. രാഘവൻ എം.പി. ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവെള്ളൂർ ചെറുമൂലയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അക്ഷയ പെരിങ്ങേത്തിന് പര്യാവരൺ മിത്രയുടെ ദേശീയതലത്തിൽ നടത്തിയ ഉപന്യാസ മത്സരത്തിൽ 1ാം സ്ഥാനം. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പരിസ്ഥിതി സംഘടനയായ പര്യാവരൺ മിത്രയും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിനു കീഴിലുള്ള PCRAയും സംയുക്തമായി ആദ്യമായി നടത്തുന്ന ഉപന്യാസ മത്സരത്തിൽ മലയാളത്തിലുള്ള ഉപന്യാസ രചനയ്ക്കാണ് അക്ഷയയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. ഊർജ്ജ സംരക്ഷണം, ബോധവൽക്കരണം ഇവയ്ക്കായി വിദ്യാർത്ഥികളിലെ ഇടപെടലായിരുന്നു ലക്ഷ്യം. പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ രൂപപ്പെടുന്ന വിധം, ആവശ്യകത, വിലയിലെ വ്യതിയാനം, ബദൽ മാർഗങ്ങൾ എന്നിവയാണ് ഉപന്യാസത്തിൽ വിശദീകരിക്കുന്നത്. അടുത്തടുത്ത് താമസിക്കുന്ന 10 പേർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരേ സ്ഥലത്ത് ജോലിക്കെത്തുന്നു. ഇതിന് ബദലായി കാർപൂളിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാലുള്ള നേട്ടങ്ങൾ ഉപന്യാസത്തിൽ വിശദീകരിക്കുന്നു. പിലിക്കോട് സ്കൂൾ ശാസ്ത്രാധ്യാപകരായ ജയചന്ദ്രൻ, CK രവി, ഭരതൻ എന്നിവരും പ്രധാനാധ്യാപിക M പ്രസന്നകുമാരി എന്നിവരും ഉപന്യാസ രചനയിൽ അക്ഷയയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പും PCRA മുദ്രയുള്ള ട്രോഫിയും 30,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനമായി ലഭിച്ചത്. പരമ്പരാഗത രീതികളായ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്രോളിയം പ്രകൃതിവാതകങ്ങൾ തുടങ്ങിയ സംരക്ഷിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ സൗരോർജ്ജം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ പെട്രോളിയത്തിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും അമിത ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നു. ഇതുപോലെ ചെറിയ ചെറിയ ജലവൈദ്യുത പദ്ധതികളിലൂടെ പെട്രോളിയത്തിൽ നിന്ന് ഒരുപാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ 10,000 രൂപ വിദ്യാലയത്തിൽ ഇനി വരുന്ന പ്രതിഭകൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്നു. ഇതുകൂടാതെ നിരവധി അവാർഡുകളും അക്ഷയയെ തേടി എത്തിയിട്ടുണ്ട്. പെരിങ്ങേത്ത് KOV മണികണ്ഠൻ, ബീന ദമ്പതികളുടെ മകളാണ് അക്ഷയ. അപർണ ഏക സഹോദരിയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അന്നൂർ നരിയഞ്ചേരി ശ്രീ കക്കര ഭഗവതി നെല്ലിയറക്കാവ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശവും കളിയാട്ട മഹോത്സവവും മാർച്ച് 15 മുതൽ 19 വരെ നടത്തപ്പെടും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 70 വർഷങ്ങൾക്ക് ശേഷമാണ് അന്നൂർ നരിയഞ്ചേരി ശ്രീ കക്കര ഭഗവതി നെല്ലിയറക്കാവിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശവും കളിയാട്ട മഹോത്സവവും നടക്കുന്നത്. പൂർണ്ണ കുംഭസമർപ്പണം ചെയ്ത് മാർച്ച് 15 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആചാര്യവരണം നടക്കും. തുടർന്ന് കലശാട്ട് കർമ്മങ്ങൾക്കൊടുവിൽ മാർച്ച് 18 ബുധനാഴ്ച പകൽ 12 മണി മുതൽ 1:30 വരെയുള്ള മുഹൂർത്തത്തിൽ ഭക്തിനിർഭരമായ പുനഃപ്രതിഷ്ഠ കർമ്മം നടക്കും. മാർച്ച് 18 മുതൽ 19 വരെ തെയ്യങ്ങൾ ഉണ്ടാകും. മാർച്ച് 17 ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് കണ്ടോത്ത് പങ്ങടം നീലങ്കൈ ഭഗവതി കഴകത്തിൽ നിന്ന് ഭക്തിനിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നീലേറക്കാവിലേക്ക് വന്നുചേരും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ അടയാളം സപ്ലിമെന്ററിന്റെ പ്രകാശനം TP ഭാസ്കര പൊതുവാളിന് നൽകി നിർവഹിക്കും. തുടർന്ന് കക്കരക്കാവിലെ തെയ്യങ്ങളെ അധികരിച്ച് ഡോക്ടർ RC കരിപ്പത്ത് പ്രഭാഷണം നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KV ഷിനോദ്, KV രാഘവൻ, ജഗദീശൻ KU, NV കൃഷ്ണൻ, P ഭാസ്കരൻ, RC കരിപ്പത്ത് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ താഴത്തുവളപ്പിൽ ദേവസ്ഥാനം കളിയാട്ടം ഞായറാഴ്ച ആരംഭിക്കും. മുന്നോടിയായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് തൃക്കരിപ്പൂർ താഴത്തുവളപ്പ് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം നടക്കുന്നത്. മാർച്ച് 15, 16 ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. രാമവല്യം കഴക പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ചെണ്ടമേളങ്ങളും മുത്തുകൊടുകളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. കളിയാട്ട ദിവസങ്ങളിൽ കൊടിവീരൻ തെയ്യം, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, കുറത്തി, കുണ്ടോർ ചാമുണ്ടി, കൂടെയുള്ളോർ, ഉച്ചോളിക്കടവത്ത് ഭഗവതി, ഗുളികൻ, IT ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും.
ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി അറിയിപ്പുകൾ. ഹക്കീം വധക്കേസ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി മാർച്ച് 15 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ഗാന്ധി പാർക്കിൽ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിക്കും. പയ്യന്നൂർ വിദ്യാപീഠം കോളേജ് ദിനാഘോഷം മാർച്ച് 16 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രശസ്ത കഥാകൃത്ത് TN പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞമംഗലം ഗോപാൽ UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം മാർച്ച് 15 ഞായറാഴ്ച MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ക്ലബ്ബ് ഓഫ് കരിവള്ളൂരിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മാർച്ച് 15 ഞായറാഴ്ച കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭയ്ക്കകത്തും പുറത്തും LDF പ്രവർത്തകർക്ക് നേരെ അക്രമം നടന്നുവെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഹർത്താലിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ചെറുപുഴയിൽ സ്വകാര്യ വ്യക്തി തോട് കയ്യേറിയതായി പരാതി. ചെറുപുഴ ചുണ്ടയിലാണ് വ്യക്തി കയ്യാല നിർമ്മാണത്തിനായി തോട് കയ്യേറിയത്. ഹക്കീം വധക്കേസ് അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 18 ദിവസം പിന്നിട്ടു. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂലേരി കുഞ്ഞിരാമൻ അവതരിപ്പിച്ച ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമായി. DYFI പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക അഖില കേരള സെവൻസ് ടൂർണമെന്റിന് തുടക്കമായി. COA സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനജാഗ്രത യാത്രയ്ക്ക് മാർച്ച് 16 പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.